ഹായ് ഫ്രണ്ട്സ്, ആർഫോറയിലേക്ക് സ്വാഗതം. ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റി അവസാന ട്രേഡിംഗ് അവേഴ്സിലാണ് ഇന്ന് ഉയർന്നിട്ട് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ അതേ രീതിയിലുള്ള 25,400-നും 25,500-നും ഇടയിൽ ട്രേഡ് ചെയ്ത നിഫ്റ്റി അവസാന നിമിഷം നല്ലൊരു മൂവ് നടത്തിക്കൊണ്ട് 25,522-ൽ ക്ലോസ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റോക്കുകളിലും IT സ്റ്റോക്കുകളിലും ഉണ്ടായിട്ടുള്ള നേരിയൊരു അപ്സൈഡാണ് ഇന്ന് നിഫ്റ്റിയെ ഈ രീതിയിൽ 25,500-ന് മുകളിൽ ക്രോസ് ചെയ്യാൻ സഹായിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിഫ്റ്റി 50-ൽ കൊടാക് മഹീന്ദ്ര ബാങ്കും HDFC ബാങ്കും ICICI ബാങ്കും അതുപോലെ IT ജയന്റുകളായിട്ടുള്ള ഇൻഫോസിസ്, വിപ്രോ, ടെക് മഹീന്ദ്ര പോലെയുള്ള സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവ് ക്ലോസ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഇവയൊക്കെയാണ് ഇന്ന് മാർക്കറ്റിനെ ഉയർത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൊതുവെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ഡിസിഷനാണ്. അതായത് ഓഗസ്റ്റ് 1-ാം തീയതി വരെ ഈ താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിലേ ചെയ്യാനുള്ള ഒരു തീരുമാനം. അതുകൂടാതെ ഇന്ത്യയുമായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ സാധ്യതയും അദ്ദേഹം പറയുകയുണ്ടായി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ട്രേഡിങ്ങിൻ്റെ ഭൂരിഭാഗം സമയങ്ങളിലും ഫ്ലാറ്റായി തുടർന്ന നിഫ്റ്റി അതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ജെയിൻ സ്ട്രീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട ആ ഒരു ഇമ്പാക്റ്റ് അത് ഇപ്പോഴും മാർക്കറ്റിൽ നിന്ന് മാറിയിട്ടില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മൺഡേയിൽ ട്രേഡിംഗ് ഡേയിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ മൊത്തത്തിലുണ്ടായ ടേൺ ഓവർ എന്ന് പറയുന്നത് 91.4 ട്രില്യൻ്റെ ഒരു വോളിയമാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സാധാരണ എല്ലാ തിങ്കളാഴ്ചകളിൽ നടക്കുന്ന ആ ഒരു ട്രേഡിംഗ് വോളിയത്തിനേക്കാൾ കുറവാണെന്ന് കാണാം. ഇപ്പോൾ കഴിഞ്ഞ 12 മൺഡേകളിലെ ട്രേഡിംഗ് വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 26% ഒരു ഡ്രോപ്പാണ് F&O സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതുപോലെ അതിന് മുമ്പത്തെ ഫ്രൈഡേ ട്രേഡിംഗ് ഡേയിലും ഇതേപോലെ ടേൺ ഓവർ കുറഞ്ഞതായിട്ടാണ്. ഏകദേശം 9% ഫോള് F&O ട്രേഡിങ്ങിൽ കഴിഞ്ഞ 12 വെള്ളിയാഴ്ചകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. എങ്കിൽ പോലും ആ ജെയിൻ സ്ട്രീറ്റിൻ്റെ എഫക്റ്റ് എത്രമാത്രം മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അസസ് ചെയ്യാനുള്ള സമയം ആയിട്ടില്ല. ആ ഫുൾ മാർക്കറ്റ് ഇമ്പാക്റ്റ് എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ അറിയണമെങ്കിൽ വരാൻ പോകുന്ന വീക്കിലി എക്സ്പയറി ഡേകളിൽ ഉണ്ടാകുന്ന ഒരു വോളിയൂംസ് അതിൽ എത്രമാത്രം കുറവ് ഉണ്ടാകുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജെയിൻ സ്ട്രീറ്റിൻ്റെ ഇമ്പാക്റ്റിനെ പറ്റി നമുക്ക് കൃത്യമായിട്ടൊന്ന് അസസ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്കറിയാം ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ F&O മാർക്കറ്റിൽ ഏകദേശം 50% മാർക്കറ്റ് ഷെയറുള്ള വലിയൊരു പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ഫേമാണ്. അപ്പോൾ അവരാണ് പ്രധാനമായിട്ട് F&O മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ക്യാഷ് മാർക്കറ്റ് പൊസിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അത് അവരെടുക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അത് നമ്മുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെയും എഫക്റ്റ് ചെയ്തതായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു സെന്റിമെന്റ്സ് നമുക്കൊരു പ്രത്യേക സെക്ടറിൽ കാണാൻ കഴിയും. ഇന്ന് നമ്മൾ സെക്ടർ വൈസ് സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസ് നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും അധികം താഴോട്ടേക്ക് പോയിട്ടുള്ള ഒരു സെക്ടർ എന്ന് കാണുന്നത് ക്യാപിറ്റൽ ആ ഒരു തീമാറ്റിക് ഇൻഡെക്സിലാണെന്ന് കാണാൻ കഴിയും. അവിടെ 1.65% ഒരു ഫോൾ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം F&O ട്രേഡിംഗ് വോളിയം അല്ലെങ്കിൽ F&O ട്രേഡിങ്ങിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് പല പ്രധാനപ്പെട്ട ക്യാപിറ്റൽ മാർക്കറ്റ് കമ്പനികളുടെയും വരുമാന സ്രോതസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നേരിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 2 എക്സ്ചേഞ്ചുകളാണുള്ളത്, NSEയും BSEയും. അപ്പോൾ അവിടെ NSE ഓൾറെഡി ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയല്ല, പക്ഷേ BSE ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണ്. അപ്പോൾ BSEയിലാണ് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഇപ്പോഴും തുടരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഏഞ്ചൽ വൺ എന്നുള്ള ബ്രോക്കറേജും പ്രത്യേകിച്ച് അവർ ജെയിൻ സ്ട്രീറ്റുമായിട്ട് ബന്ധപ്പെടുത്തി അവരുടെ പേര് നമ്മൾ കേട്ടതാണ്. ആ സ്റ്റോക്കിലും ഒരു ഇടിവുണ്ടായതായിട്ട് കാണാം. ഇതേപോലെ തന്നെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള CDSLലും ഒരു ഇടിവ് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ജെയിൻ സ്ട്രീറ്റുമായിട്ട് നേരിട്ട് ട്രേഡിംഗ് പാർട്ട്ണർഷിപ്പ് ഉള്ള നൊവാമയും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ജെയിൻ സ്ട്രീറ്റുമായി ബന്ധപ്പെട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ വെറും സെൻറ്റിമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. അപ്പോൾ അത് നമ്മൾ വരും ദിവസങ്ങളിലുള്ള ഈ വീക്കിലി എക്സ്പയറികളൊക്കെ പരിശോധിച്ചാൽ മാത്രമേ അത് എത്രമാത്രം യഥാർത്ഥത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇനി നമ്മൾ ട്രംപിൻ്റെ ആ ഒരു താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ ജൂലൈ 9-ന് മുമ്പായിട്ട് പല രാജ്യങ്ങളിലേക്കും ലെറ്റർ അയക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. ആ ലെറ്ററിൽ അവർക്ക് ചുമത്തപ്പെടാൻ പോകുന്ന താരിഫ് എത്രയാണെന്ന് മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 14ഓളം കൺട്രികളിൽ ഈ താരിഫ് റിലേറ്റഡ് ആയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പെർസെൻറ്റേജിൻ്റെ ഒരു ഡീറ്റെയിൽസ് പുറത്തു വന്നതായിട്ട് കാണാം. അതിൽ നമുക്ക് കാണാൻ കഴിയും ലാവോസിൻ്റേത് 40% താരിഫ്, മ്യാൻമറിൽ 40%, തായ്ലൻഡിൽ 36% താരിഫാണ്, കംബോഡിയായിട്ട് 36%, ബംഗ്ലാദേശ് 35%, സെർബിയ 35%, ഇന്തോനേഷ്യ 32%,
സൗത്ത് ആഫ്രിക്ക 30%, അതുപോലെ ബോസ്നിയ 30%, മലേഷ്യ 25%, ടുണീഷ്യ 25%, ജപ്പാൻ 25%, സൗത്ത് കൊറിയ 25%, കസാക്കിസ്ഥാൻ 25%. അപ്പോൾ ഈ രീതിയിലാണ് ഈ താരിഫ് ഇപ്പോൾ ഏർപ്പെടുത്തിയതായിട്ട് ഒടുവിൽ വന്ന ലിസ്റ്റിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ബംഗ്ലാദേശിനെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ളത് 35% താരിഫാണ്. ഇതേപോലെ തന്നെ സൗത്ത് കൊറിയക്കെതിരെയും ആ രീതിയിൽ 30% താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താരിഫ് തീർച്ചയായിട്ടും ഇന്ത്യയിലുള്ള ടെക്സ്റ്റൈൽ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽ സെഗ്മെൻറ്റിലെ കോമ്പറ്റേറ്ററാണ് ബംഗ്ലാദേശ്. അപ്പോൾ അവിടെ ഇത്ര വലിയൊരു താരിഫ് ഏർപ്പെടുത്തുമ്പോൾ, അതേപോലെ തന്നെ ട്രംപിൻ്റെ ഒരു അനൗൺസ്മെൻറ്റിൽ നിന്ന് മനസ്സിലാകുന്ന ഇന്ത്യയുമായിട്ട് അതിലും കുറഞ്ഞൊരു താരിഫിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് വലിയൊരു നേട്ടം US ഉണ്ടാക്കാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൂവാണ് നമുക്ക് ചില ടെക്സ്റ്റൈൽ സ്റ്റോക്കുകൾ കാണാൻ കഴിയും. അതിലിപ്പോൾ KPR മിൽസിന് 4% കൂടുതൽ അപ്സൈഡ് പോയതായിട്ട് കാണാം. അതുപോലെ ട്രൈഡൻറ്റ് 3% കൂടുതൽ അപ്സൈഡ് പോയിരുന്നു. അലോക് ഇൻഡസ്ട്രീസ് ഓൾമോസ്റ്റ് 10% അപ്പാണ്. അതുപോലെ റൈമണ്ട് ലൈഫ് സ്റ്റൈൽസ് 6% അപ്പായിരുന്നു. ഗോകുൽദാസ് എക്സ്പോർട്സ് 3%, കിറ്റക്സ് ഗാർമെൻറ്റ്സ് 5% അപ്സൈഡ് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ന്യൂസുകൾ ഇപ്പോഴും നമ്മുടെ മാർക്കറ്റ് ട്രംപിൻ്റെ ആ ഒരു കൈപ്പിടിയിൽ തന്നെ നിൽക്കുകയാണ് എന്നുള്ള സൂചനകളാണ് നമുക്കിപ്പം തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺസർട്ടനിറ്റി പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നത് വരെ ഈ രീതിയിൽ തന്നെയായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു ചലനം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇനി നമ്മൾ മറ്റൊരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ജയപ്രകാശ് പവർ ആൻഡ് വെഞ്ചേഴ്സ് ലിമിറ്റഡ് അഥവാ JP പവർ എന്ന് പറയുന്ന കമ്പനിയിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയുടെ ഒരു റിട്ടേൺ നോക്കുകയാണെങ്കിൽ 19% അപ്സൈഡ് പോയതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു മൂവിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അദാനി ഗ്രൂപ്പ് ഇവരുടെ പാരന്റ് കമ്പനിയായിട്ടുള്ള ജയപ്രകാശ് അസോസിയേറ്റ്സിനെ ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ അദാനി ഗ്രൂപ്പ് ഈ JP അസോസിയേറ്റ്സിനെ ഏറ്റെടുക്കുമ്പോൾ ഈ JP അസോസിയേറ്റ്സിന് ഈ JP പവറിൽ 24% സ്റ്റേക്ക് ഉണ്ട്. കാരണം അവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 24% ഉള്ളൂ. ആ 24% JP അസോസിയേറ്റ്സിൻ്റെ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദാനി JP അസോസിയേറ്റ്സ് ഏറ്റെടുക്കുമ്പോൾ JP പവറും അദാനിയുടെ കയ്യിലേക്ക് വരികയാണ്. അപ്പോൾ അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം JP അസോസിയേറ്റ്സിൻ്റെ സിമെന്റ് ബിസിനസ്സും അതുപോലെ ഈ JP പവറിന്റെ ഈ പവർ ബിസിനസ്സും അദാനിയുടെ ബിസിനസ്സുമായിട്ട് യോജിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് ആയതുകൊണ്ടാണ് അവർ ഇത്ര വലിയൊരു താല്പര്യം ഈ സ്റ്റോക്കിൽ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ JP അസോസിയേറ്റ്സ് വലിയൊരു കടത്തിൻ്റെ ഭാഗമായിട്ട് അത് ഇൻസോൾവൻസിയിലേക്ക് പോയപ്പോഴാണ് അത് ലേലത്തിന് വെച്ചത്. ആ ലേലത്തിലാണ് 12,500 കോടിയുടെ ഒരു ബിഡ് വെച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പിന് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ലേലത്തിൽ മറ്റ് പ്രമുഖ കമ്പനികളും പങ്കെടുത്തിരുന്നു. ഇപ്പോൾ വേദാന്ത ഉണ്ടായിരുന്നു, സുരക്ഷാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഡാൽമിയ ഭാരത് ഉണ്ടായിരുന്നു, PNC ഇൻഫ്രാടെക് ഉണ്ടായിരുന്നു. അങ്ങനെ പല കമ്പനികൾ, ഏകദേശം 25ഓളം കമ്പനികൾ ഈ JP അസോസിയേറ്റ്സിനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇവിടെ അദാനിയാണ് ഏറ്റവും ഹയസ്റ്റ് ബിഡ് കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അത് അദാനി ഗ്രൂപ്പിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ JP അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു കോൺഗ്ലോമറേറ്റ് അതൊരു വലിയൊരു ഗ്രൂപ്പായിരുന്നു. അവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടായിരുന്നു, സിമെന്റ് മാനുഫാക്ചറിംഗ് ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി സെഗ്മെന്റിൽ ഉണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ വലിയൊരു കടം കാരണം ഇവർ കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ അത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അലഹബാദിൻ്റെ ഒരു ബെഞ്ചിൻ്റെ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവരുടെ 57,185 കോടിയുടെ വലിയൊരു കടം ഇവർക്ക് പേയ്മെൻറ്റ് നടത്താനാവാതെ കമ്പനി സ്ട്രഗിൾ ചെയ്തപ്പോഴാണ് ആ കടം കൊടുത്ത ബാങ്കുകളും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇവർക്കെതിരെ ഇൻസോൾവൻസി കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കുകയും ഇപ്പോൾ ലേലത്തിന് വെക്കുകയും അങ്ങനെ അദാനി ഗ്രൂപ്പ് അത് ഏറ്റെടുക്കുകയും ചെയ്തത്. അപ്പോൾ ഇവരുടെ ഒരു സബ്സിഡിയറി കമ്പനി ആയിട്ടുള്ള ഈ ഒരു ജയപ്രകാശ് പവർ ആൻഡ് വെഞ്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ 1994 രൂപം കണ്ട ഈ ഒരു ജയപ്രകാശ് പവർ വെഞ്ചർ കോൾ മൈനിങ്, അതുപോലെ സാൻഡ് മൈനിങ്, സിമെന്റ് ഗ്രൈൻഡിങ്, അതിൻ്റെ പ്രൊഡക്ഷൻ കൂടാതെ ഇവർ തെർമൽ ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ഫണ്ടമെന്റൽസ് പരിശോധിച്ചാൽ ഒരു ഹൈ റിസ്ക് എന്നാൽ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ സാധ്യത പറയാനുള്ള കാരണം ഇവരുടെ അസറ്റുകൾ ഇവർ സക്സസ്ഫുൾ ആയിട്ട് സെല് ചെയ്യുകയും ഇവരുടെ കടം പൂർണ്ണമായി ഇല്ലാതാക്കുകയും അതുപോലെ ഇവരുടെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്ലാന്റുകൾ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ കൂടാതെ മൊത്തത്തിലുള്ള പവർ ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജയപ്രകാശ് പവറിന് ഒരു പൊട്ടൻഷ്യൽ വളർച്ച സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ അവിടെ ഒരു ഡൗൺ സൈഡ് റിസ്ക്കും നമുക്ക് കാണാൻ കഴിയും. ഇവരുടെ ഒരു എക്സിക്യൂഷൻ ഫെയിലിയേഴ്സ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇവരുടെ അസറ്റ് പ്രോഫിറ്റബിളായിട്ട് സെല് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അതുപോലെ തെർമൽ പ്ലാന്റ് അതിൻ്റെ സ്ട്രഗിൾ തുടരുകയാണെങ്കിൽ, അതുപോലെ എന്തെങ്കിലും റെഗുലേറ്ററി ഇഷ്യൂസ് വരികയാണെങ്കിൽ, അതുപോലെ ബ്രോഡർ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും വലിയ തോതിലുള്ള കടമുള്ളത് കൊണ്ട് തന്നെ ലോസിൽ പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഒരു കടം ഇപ്പോൾ പരിശോധിച്ചാൽ മാർച്ച് 2015 32,000 കോടിയുടെ ഒരു ബോറോയിങ്സ് ആണ് ഇവർക്ക് ഉണ്ടായിരുന്നത്.
പക്ഷെ അതിപ്പോൾ റെഡ്യൂസ് ചെയ്തിട്ട് ഈ മാർച്ച് 2025 നമ്മൾ കാണുന്നത് 3778 കോടിയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമാണ്. എങ്കിൽ പോലും ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ 24% സ്റ്റേക്കിൽ ഏകദേശം 79% സ്റ്റേക്കും ഇപ്പോഴും പ്ലഡ്ജിങ്ങിലാണുള്ളത് എന്ന ഒരു റിസ്ക് ഫാക്ടർ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ DIAസിൻ്റെ വലിയ ഹോൾഡിംഗ് നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഈ DIAസിൻ്റെ ഹോൾഡിംഗ് ഇത്ര വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പല ബാങ്കുകളും ഇവർ കടം കൊടുത്തപ്പോൾ അവർ ഡെപ്റ്റ് റീസ്ട്രക്ചറിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരുടെ കടം ഷെയറായിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ അത് ഈ ബാങ്കിൽ DIA ഹോൾഡിംഗ് ആയിട്ട് മാറിയതാണ്. അത് നമുക്ക് DIA ഹോൾഡിങ്ങിൻ്റെ ബാങ്കുകളുടെ ലിസ്റ്റ് നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ ICICI ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, LIC, അതുപോലെ യൂക്കോ ബാങ്ക് പോലെയുള്ള കമ്പനികളാണ് DIAസിൽ കാണാൻ കഴിയുക. അവരൊക്കെ ഈ ഡെപ്റ്റ് റീസ്ട്രക്ചറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റോക്കിൽ ഹോൾഡേഴ്സായിട്ട് വന്നതാണ്. അപ്പോൾ ഏതായാലും അദാനി ഈ സ്റ്റോക്കിനെ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഭാവി ശോഭനമാകും എന്ന പ്രതീക്ഷയാണ് പൊതുവെ ഇൻവെസ്റ്റേഴ്സ് വെച്ച് പുലർത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു അപ്സൈഡ് മൂവാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.